ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് PSC പരീക്ഷയുടെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ യോഗ്യരാണോ എന്ന് പല ഉദ്യോഗാർത്ഥികൾക്കും സംശയമുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ യോഗ്യരാണോ, അല്ലെങ്കിൽ പ്രായപരിധി നിങ്ങൾക്ക് ആ തസ്തികയ്ക്ക് അനുകൂലമാണോ, അല്ലെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ട യോഗ്യത തങ്ങൾക്കുണ്ടോ എന്ന് പല ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെയാണ് പല ഉദ്യോഗാർത്ഥികളും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുകയും അതുപോലെ തന്നെ പ്രസ്തുത തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് കൺഫർമേഷൻ കൊടുത്ത് ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷമാണ് പല ഉദ്യോഗാർത്ഥികളും ചിന്തിക്കുന്നത് തങ്ങൾ ആ പരീക്ഷയ്ക്ക് എഴുതാൻ യോഗ്യരാണോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഒരു LGSന്റെ ഒരു തസ്തികയിലേക്ക് വിജ്ഞാപനം വരുന്ന സമയത്ത് PSC കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഡിഗ്രി പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഡിഗ്രി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഡിഗ്രിക്ക് തോറ്റ ഉദ്യോഗാർത്ഥികൾക്കും പ്രസ്തുത പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ റിസൾട്ട് വന്നാൽ മാത്രമേ നമ്മൾ അതിന് ആ തസ്തികയ്ക്ക് ഉള്ള യോഗ്യതയ്ക്ക് പിന്നോക്കം പോവുകയുള്ളൂ. റിസൾട്ട് വരാത്ത സമയം വരെ നമ്മൾ പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണ് എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രായപരിധിയെ സംബന്ധിച്ച്. പല ഉദ്യോഗാർത്ഥികൾക്കും ധാരാളം കോളുകൾ ദിവസേന എനിക്ക് വരാറുണ്ട്. സാറേ, ഇത് എനിക്ക് കൃത്യമായിട്ടുള്ള പ്രായപരിധി ഉണ്ടോ, അല്ലെങ്കിൽ പ്രായപരിധി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എനിക്ക് അനുകൂലമാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ചോദിച്ചുകൊണ്ട് ധാരാളം കോളുകൾ എനിക്ക് ദിവസേന വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്യോഗാർത്ഥികൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. PSC പ്രായപരിധി നിശ്ചയിക്കുന്നത് ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി നിശ്ചയിക്കുന്നത്. അപ്പോൾ ജനുവരി 1 അടിസ്ഥാനമാക്കി പ്രായപരിധി നിശ്ചയിക്കുമ്പോൾ ആ പ്രസ്തുത നോട്ടിഫിക്കേഷൻ കാലാവധിക്ക് ഉള്ളിൽ നമുക്ക് ഏജ് ഓവർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ കൃത്യമായിട്ട് പ്രസ്തുത തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രായപരിധിയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 18 to 36 ഏജ് ലിമിറ്റ് എന്നുള്ള കാര്യം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്നതാണ്. കൂടാതെ ചില എക്സെപ്ഷണൽ തസ്തികകളുണ്ട്, അതായത് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, IT ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെയുള്ള ധാരാളം ഡിപ്പാർട്ട്മെന്റുകൾ, അപ്പെക്സ് സൊസൈറ്റികൾ, അതുപോലെ തന്നെ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിലും 18 to 40 ജനറൽ കാറ്റഗറി ഏജ് ലിമിറ്റ് വരുന്നത്. അവിടെ OBC-കാർക്ക് 43, SC/ST-കാർക്ക് 45 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ സാധാരണ നോർമൽ കേസിലാണ് ഞാൻ പറയുന്നത് 18 to 36 ഏജ് ലിമിറ്റ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഏജ് ലിമിറ്റ് 36 പൂർത്തിയായാൽ മാത്രമേ നമ്മൾ 37 അതുവരെ നമുക്ക് പ്രസ്തുത തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് PSC ഏജ് കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ അത് എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ വേറൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെയാണ് യോഗ്യതയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കും. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസങ്ങളിൽ തന്നെ 1-2 ഉദ്യോഗാർത്ഥികൾ വിളിച്ചിരുന്നു. ടൈപ്പിസ്റ്റ് തസ്തികകൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട DCA ഉണ്ട്, അങ്ങനെയുള്ള കുറേ ക്വാളിഫിക്കേഷൻ ഉണ്ട്. പക്ഷേ ടൈപ്പ് റൈറ്റിംഗ് ഇല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ KGTA ആണ് PSC പറയുന്ന യോഗ്യത. പ്രസ്തുത യോഗ്യതയുടെ പാക്കേജിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചാലും നമ്മൾ ആ പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത പക്ഷം നമ്മൾ അയോഗ്യരാണ്. മാത്രമല്ല, നമുക്ക് പരീക്ഷ എഴുതേണ്ട തടസ്സമില്ല. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മളെ റിജക്റ്റ് ചെയ്യുകയും നമുക്ക് പ്രസ്തുത ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. നമ്മൾ അയോഗ്യരാണ്. അപ്പോൾ അങ്ങനെ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ യോഗ്യരാണോ,
അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള തത്തുല്യമായ യോഗ്യത അപേക്ഷിക്കുമ്പോൾ അത് തുല്യത നമുക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കുക. പിന്നീട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അയോഗ്യരായി പോയി എന്ന കാരണത്താൽ വിഷമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ആ കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വ്യക്തമായ ധാരണ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.